എൻ്റെ പ്ലസ് വണ്ണിലെ കുഞ്ഞുമക്കളെ ഞാനൊരു സംഭവം കാണിച്ചു തരാം. നിങ്ങളെ കെമിസ്ട്രീൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ഞാൻ അക്ഷരാർത്ഥത്തിൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഞെട്ടിയിട്ടില്ല ഇത്. എന്തുകൊണ്ടാണെന്നില്ല ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളെ 19ാമത്തെ ക്വസ്റ്റ്യൻ ഒരു എന്താണ് തകർപ്പൻ ക്വസ്റ്റ്യൻ തന്നെ പറയാം. അത് നിങ്ങളിങ്ങനെ പരുതുന്നത്, നിങ്ങൾ അതിൻ്റെ ആൻസർ ഏട് എഴുതുക എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ഏടി ഇല്ലെന്ന് ഇങ്ങനെ പരുതുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ചോദ്യമില്ല, ഏടി ഇല്ലെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഏടിയും ഇല്ല. ഇതാ 15ാമത്തെ ക്വസ്റ്റിന്, 18ാമത്തെ ക്വസ്റ്റിന്. ഇതിൽ ആക്ച്വലി ഇതാ ഇല്ല, ഞാൻ ഓൾറെഡി എൻ്റെ DNF ബ്ലോക്ക് ഓൾമോസ്റ്റ് ഒരു 3 പാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും ക്വസ്റ്റ്യൻ ഇല്ല. 35, 36, 37, 38, ഓക്കെ 38 ക്വസ്റ്റ്യൻസിൽ ടോട്ടലില്ല. ഇതിൽ ഏടി ക്വസ്റ്റ്യൻ ഇല്ല. പിന്നെ ഏടി ഇല്ലത് ഇതെന്നാ സാധനം, സെലക്റ്റഡ് NCERT എക്സംപ്ലർ പ്രോബ്ലംസ്. ഞാനെപ്പോഴും പറയാറുണ്ട് എന്താണ്, ഞാനെപ്പോഴും എന്തിന് എക്സംപ്ലർ പ്രോബ്ലംസ് നിങ്ങളെ കൊണ്ട്, നിങ്ങൾ വിചാരിക്കും എക്സ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ, ഫുൾ മാർക്ക് കിട്ടേണ്ടിയിട്ട് ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ. ഇത് A+ കിട്ടേണ്ടിയിട്ടില്ല ക്വസ്റ്റ്യൻസ്. അത് അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞതാണ്, ചിലപ്പോൾ അഥവാ ഇതെന്നാ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നാലോ അതിൻ്റെ തനി എക്സാമ്പിളാണ് ഇന്ന് വന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാ പോയി ഇതാ മറ്റേ ലോങ് ടൈപ്പ് ആൻസറിൽ ഇതാ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് വല്ല ഫീൽ ചെയ്യുന്നുണ്ടോ? വെനെ ക്രോമൈറ്റോർ ഇസ് യൂസ്ഡ് സോഡിയം കാർബണേറ്റ് ഇൻ ഫ്രീ എക്സസ് ഓഫ് എയർ ആൻഡ് ദ പ്രോഡക്റ്റ് ഇസ് ഡിസോൾവ്ഡ് ബ്ലാ 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 ബ്ലാ. ഐഡന്റിഫൈ A to D ആൻഡ് എക്സ്പ്ലെയിൻ ദ റിയാക്ഷൻസ്. പക്ക എന്താണ് കട്ട് ആൻഡ് പേസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം മറ്റേ എക്സാമ്പിളർ പ്രോബ്ലം. അപ്പോൾ ചിന്തിക്കോ, ഇതാണ് ആക്ച്വലി ആ ബുക്ക് എന്ന് പറയുന്നത്.